നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. യേശുദേവന്റെ കുരിശുമരണത്തിന്റെ ഓർമ്മയിൽ ദുഃഖവെള്ളി ആചരണം. ദേവാലയങ്ങളിൽ പ്രത്യേക ശുശ്രൂഷകളും കുരിശിന്റെ വഴിയും. അയർക്കുന്നത്തെ അഡ്വക്കേറ്റ് ജിസ്മോളുടെ മരണത്തിൽ ഭർത്താവിനും കുടുംബത്തിനും പങ്കെന്ന് പിതാവ് തോമസ്. ഭർത്തൃവീട്ടിൽ പീഡനമുണ്ടായി, വിശദമായ അന്വേഷണം വേണമെന്നും ആവശ്യം. മുത്തോലി മുണ്ടുതോട്ടിൽ സെപ്റ്റിക് ടാങ്ക് മാലിന്യം തള്ളി. സാമൂഹ്യവിരുദ്ധരുടെ ക്രൂരത 2 മാസത്തിനിടെ 3-ാം തവണ. പൊറുതിമുട്ടി നാട്ടുകാർ. MG സർവകലാശാലയ്ക്ക് 10 കോടി രൂപയുടെ കേന്ദ്ര ഗ്രാന്റ്. തുക അനുവദിച്ചത് AE സഹായത്തോടെ പ്രമേഹ ഫാറ്റി ലിവർ ഗവേഷണ പദ്ധതിക്കായി. വാർത്തകൾ വിശദമായി. ക്രിസ്തുദേവന്റെ പീഠാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും ഓർമ്മ പുതുക്കി ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിച്ചു. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും കുരിശിന്റെ വഴിയും നടന്നു. ക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും ഓർമ്മ പുതുക്കി ലോകം ദുഃഖവെള്ളി ആചരിച്ചു. അന്ത്യ അത്താഴ ദിനമായ പെസഹ ആചരണത്തിന് പിന്നാലെയാണ് പീഡാനുഭവ സ്മരണയിൽ ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിക്കുന്നത്. ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന തിരുക്കർമ്മങ്ങളാണ് ദുഃഖവെള്ളി ദിനത്തിൽ ഉണ്ടാകുന്നത്. ക്രിസ്തു കുരിശിലേറിയതിന്റെ ഓർമ്മകളുമായി ദേവാലയങ്ങളിൽ കുരിശിന്റെ വഴിയും പ്രത്യേക പ്രാർത്ഥനകളും നടന്നു. പൊൻകുന്നം തിരുക്കുടുംബ ദേവാലയത്തിൽ നടന്ന കുരിശിന്റെ വഴിയിൽ വിശ്വാസി സമൂഹം പങ്കാളികളായി. കോയിപ്പള്ളി, 20-ാം മൈൽ, 1-ാം മൈൽ എന്നിവിടങ്ങളിൽ നിന്നുമാണ് കുരിശിന്റെ വഴി നടന്നത്. നൂറുകണക്കിന് വിശ്വാസികൾ പ്രാർത്ഥനാ ഗീതങ്ങളുമായി കുരിശിന്റെ വഴിയിൽ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. യേശുദേവന്റെ കുരിശുമരണത്തിന്റെ ഓർമ്മയിൽ ദുഃഖവെള്ളി ആചരിച്ചു. മണർകാട് വിശുദ്ധ മർത്തമറിയം യാക്കോബായ സുറിയാനി പള്ളിയിൽ ശ്രേഷ്ഠ കാതോലിക്ക മോർ ബസേലിയോസ് ജോസഫ് ബാവയുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. യേശുദേവന്റെ കുരിശുമരണത്തിന്റെ ഓർമ്മ പുതുക്കി ക്രൈസ്തവ സമൂഹം ദുഃഖവെള്ളി ആചരിച്ചു. ആഗോള മരിയൻ തീർത്ഥാടന കേന്ദ്രമായ മണർകാട് വിശുദ്ധ മർത്തമറിയം യാക്കോബായ സുറിയാനി പള്ളിയിൽ നടന്ന ദുഃഖവെള്ളി ആചരണത്തിൽ വിശ്വാസികൾ ഒന്നടങ്കം പങ്കുചേർന്നു. യാക്കോബായ സുറിയാനി സഭയുടെ ശ്രേഷ്ഠ കാതോലിക്ക മോർ ബസേലിയോസ് ജോസഫ് ബാവയുടെ കാർമ്മികത്വത്തിലായിരുന്നു പള്ളിയിലെ ചടങ്ങുകൾ. വിശുദ്ധനോട് നീ തന്നെ പറഞ്ഞുവല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. അനന്തരം പീലാത്തോസ് പ്രധാനാചാര്യന്മാരോടും പുരുഷാരത്തോടും ഈ മനുഷ്യന് ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് പറഞ്ഞു. അവരാകട്ടെ, ഇവൻ യഹൂദി മുഴുവൻ ഉപദേശം വരുത്തി നിങ്ങളുടെ ജനത്തെ ശോഭിപ്പിച്ചിരിക്കുന്നു എന്ന് ആരോപിച്ചു. അത് ഗലീല മുതൽ ഇവിടെ വരെ പറഞ്ഞു. സ്ലീബ നമസ്കാരം, സ്ലീബ ആഘോഷം, കുരിശുകുമ്പിടിൽ ചൊറുക്ക നൽകൽ എന്നിവയ്ക്ക് ശേഷം പ്രദക്ഷിണം നടന്നു. പിന്നീടായിരുന്നു കബറടക്ക ശുശ്രൂഷ. വലിയ സങ്കടത്തോടും നിലവിളിയോടും കൂടി അനേകം എബ്രായ സ്ത്രീകൾ തന്നെ പിൻപറ്റിയിരുന്നു. അവരിൽ നിന്നെല്ലാം അല്പം അകലമാറി നിന്നുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട വലിയ സങ്കടത്തോടും നിലവിളിയോടും കൂടി നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും നൂറുകണക്കിന് വിശ്വാസികൾ ചടങ്ങുകളിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മണർകാട്. യുവജനങ്ങൾ സേവനം ലഹരിയാക്കണമെന്ന് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ. മാതൃദേവാലയമായ വാഴൂർ സെന്റ് പീറ്റേഴ്സ് പള്ളിയിൽ ഇന്നലെ നടന്ന പെസഹ ശുശ്രൂഷകൾക്ക് കാർമ്മികത്വം വഹിക്കുകയായിരുന്നു കാതോലിക്ക ബാവ. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷനും മലങ്കര മെത്രാപ്പൊലീത്തയുമായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ മാതൃദേവാലയമായ വാഴൂർ സെന്റ് പീറ്റേഴ്സ് പള്ളിയിൽ ഇന്നലെ നടന്ന പെസഹ ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. യുവജനങ്ങൾ സേവനം ലഹരിയാക്കണമെന്ന് കാതോലിക്ക ബാവ പറഞ്ഞു. ഇന്ന് അനേകം ആളുകൾ, യുവജനങ്ങളും കുട്ടികളുമൊക്കെ മദ്യലഹരിയിൽ അവരുടെ ജീവിതം ഹോമിച്ചുകൊണ്ടു കഴിയുകയാണ്. എന്നാൽ സാമൂഹ്യ സേവനം മദ്യലഹരിക്ക് പകരം സാമൂഹ്യ സേവനം
ലഹരിയായി കണക്കാക്കിയെങ്കിൽ മാത്രമേ വിനയത്തിൻ്റെ മാർഗത്തിൽ കൂടി മറ്റുള്ളവരെ കരുതുവാനും ക്രിസ്തുവിൻ്റെ സ്നേഹം അറിയിക്കുവാനും കഴിയും. പെസഹയോടനുബന്ധിച്ച് നടന്ന കാൽകഴുകൽ ശുശ്രൂഷയിൽ പരിശുദ്ധ കാതോലിക്ക ബാവ മുഖ്യ കാർമ്മികനായി. യേശുദേവൻ തന്റെ 12 ശിഷ്യന്മാരുടെ കാൽ കഴുകിയതിന്റെ പ്രതീകമായി കോർ എപ്പിസ്കോപ്പമാരുടെയും വൈദികരുടെയും കാലുകൾ മെത്രാപ്പൊലീത്ത കഴുകി. നൂറുകണക്കിന് വിശ്വാസികളാണ് പെസഹ ദിന ശുശ്രൂഷകളിൽ പങ്കെടുക്കാൻ പള്ളിയിൽ എത്തിയത്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. അയർക്കുന്നത്ത് അഡ്വക്കേറ്റ് ജിസ്മോളുടെയും കുഞ്ഞുങ്ങളുടെയും ആത്മഹത്യയ്ക്ക് പിന്നിലെ യഥാർത്ഥ കാരണം കണ്ടെത്തണമെന്ന് ബന്ധുക്കൾ ആവശ്യപ്പെട്ടു. ഭർത്താവിൽ നിന്നും ഭർത്തൃമാതാവിൽ നിന്നും മാതൃ സഹോദരിയിൽ നിന്നും പീഡനമേറ്റതായി ജിസ്മോളുടെ അച്ഛൻ തോമസും സഹോദരൻ ജിറ്റുവും പറഞ്ഞു. മുത്തോലി മുൻ പഞ്ചായത്ത് പ്രസിഡന്റും അഭിഭാഷകയുമായ ജിസ്മോൾ കുട്ടികൾക്കൊപ്പം ജീവനൊടുക്കിയ സംഭവത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം കണ്ടുപിടിക്കണമെന്ന് ബന്ധുക്കൾ ആവശ്യപ്പെട്ടു. മരണവാർത്ത അറിഞ്ഞ് UK നിന്നും എത്തിയ പിതാവ് തോമസും സഹോദരൻ ജിറ്റുവുമാണ് ആവശ്യമുന്നയിച്ചത്. ഭർത്താവിൽ നിന്നും ഭർത്തൃമാതാവിൽ നിന്നും ഭർത്തൃ സഹോദരിയിൽ നിന്നും ജിസ്മോൾക്ക് മാനസിക പീഡനം ഏൽക്കേണ്ടി വന്നിട്ടുണ്ടെന്നും ആത്മഹത്യ ചെയ്തതിന്റെ തലേദിവസം വീട്ടിൽ സംഭവിച്ചത് എന്താണെന്ന് കണ്ടെത്തണമെന്നും പിതാവും സഹോദരൻ ആവശ്യപ്പെടുന്നു. മകളുടെ മരണത്തിലെ ദുരൂഹത നീക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന് പിതാവ് പറഞ്ഞു. അവൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യല. ഈ മരണത്തിൽ ദുരൂഹതയുണ്ട്. അതാണ് ഞാൻ നിയമപരമായിട്ട് അങ്ങേ അറ്റം പോയി എൻ്റെ മക്കൾക്ക് പോകും. ഏത് അറ്റം വരെ പോകും. അത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ജിസ്മോളുടെ തലയിൽ കണ്ട മുറിവ് വാതിലിൽ തലയിടിച്ചുണ്ടായതാണെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് ഭർത്താവിന്റെ മർദ്ദനം മൂലമാണെന്ന് വ്യക്തമാക്കിയതായും കുടുംബാംഗങ്ങൾ പറയുന്നു. അഭിഭാഷകയായ ജിസ്മോൾക്ക് ഓഫീസ് ഇടാനായി ഭർത്താവ് ജിമ്മി നൽകിയ തുക ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തിരികെ ചോദിച്ചതായും സഹോദരനും പിതാവും പറഞ്ഞു. എൻ്റെ ചേച്ചി ഈ ഇടയ്ക്ക് ഒരു ഓഫീസ് തുടങ്ങിയതിന് പുള്ളി കുറച്ച് പൈസ കൊടുത്തു. പുള്ളി തുടങ്ങി കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തൊട്ട് പറഞ്ഞു ആ പൈസ തിരിച്ചു വേണം തുടങ്ങി. ചേച്ചി എന്നിട്ട് ചേച്ചി കിട്ടിയ ഫസ്റ്റ് കിട്ടിയ ഒരു കേസിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ടുപോയി കൊടുത്തു. ആ പൈസ പുള്ളിക്ക് തീർത്തു കൊടുക്കുമായിരുന്നു. പിന്നെ പുള്ളി പറയുന്നത് ചേച്ചി ഈ ഓഫീസിൽ തുടങ്ങിയിരിക്കുന്നത് ഞങ്ങൾ പുറത്തുള്ള ചേച്ചിയുടെ ബന്ധുക്കാരെയൊക്കെ വിളിക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ അമ്മയുടെ വീട്ടിലെ ഒരു പരിപാടിക്ക് പോയാലും ഈ പുള്ളി ചേച്ചീനെ വിടത്തില്ല. ബന്ധുവീടുകളിലെ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതും തടസ്സപ്പെടുത്തിയിരുന്നു. ഇവരോടൊപ്പം താമസിച്ചിരുന്ന ഭർത്തൃമാതാവും സഹോദരിയും ജിസ്മോളെ മാനസികമായി പീഡിപ്പിച്ചിരുന്നു. ഈ സാഹചര്യങ്ങൾ നിലനിൽക്കെ പെട്ടെന്ന് ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്താണെന്ന് കണ്ടെത്തണമെന്ന ആവശ്യമാണ് ജിസ്മോളുടെ കുടുംബാംഗങ്ങൾക്കുള്ളത്. ജിസ്മോളുടെയും മക്കളായ നേഹ, നോറ എന്നിവരുടെയും സംസ്കാരം നാളെ ഉച്ചകഴിഞ്ഞ് 3-ന് വീട്ടിലെ ശുശ്രൂഷകൾക്ക് ശേഷം ചെറുകര സെന്റ് മേരീസ് ജ്ഞാനായ കത്തോലിക്ക പള്ളിയിൽ നടക്കും. ന്യൂസ് ബ്യൂറോ, പാല. AI സഹായത്തോടെ പ്രമേഹ ഫാറ്റി ലിവർ ഗവേഷണ പദ്ധതിക്കായി MG സർവകലാശാലയ്ക്ക് 10 കോടി രൂപയുടെ കേന്ദ്ര ഗ്രാന്റ് അനുവദിച്ചു. ഹൈദരാബാദ് സർവകലാശാല ഹബ്ബായ ഗ്രൂപ്പിനാണ് ഗ്രാന്റ് ലഭിച്ചത്. MG സർവകലാശാല ഉൾപ്പെട്ട ബയോമെഡിക്കൽ ഗവേഷണ പദ്ധതിക്ക് കേന്ദ്ര സർക്കാരിന്റെ 100 കോടി രൂപയുടെ ഗ്രാന്റ്. ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയത്തിന്റെ അനുസന്ധാൻ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷനാണ് ഗ്രാന്റ് അനുവദിച്ചത്. പ്രമേഹം, ഫാറ്റി ലിവർ എന്നിവ ബാധിക്കാനുള്ള സാധ്യത നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ മുൻകൂട്ടി കണ്ടെത്തി ജീവിതശൈലി ക്രമീകരിക്കാൻ സഹായിക്കുന്ന ഗവേഷണ പദ്ധതിയാണ് MG സർവകലാശാല സമർപ്പിച്ചിരുന്നത്. ഹൈദരാബാദ് സർവകലാശാല ഹബ്ബായ ഗ്രൂപ്പിനാണ് ഗ്രാന്റ് ലഭിച്ചത്. ഈ ഗ്രൂപ്പിൽ MG സർവകലാശാലയ്ക്ക് പുറമെ 5 സർവകലാശാലകൾ കൂടിയുണ്ട്. ഗ്രാന്റിൽ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിക്ക് 30 കോടി രൂപ ലഭിക്കും. 13 കോടി രൂപയുടെ പദ്ധതി സമർപ്പിച്ചിരുന്ന MG സർവകലാശാലയ്ക്ക് 10 കോടി രൂപയാണ് ലഭിക്കുക. സർവകലാശാലയിലെ വിവിധ പഠന വകുപ്പുകളുടെ പങ്കാളിത്തത്തോടെയാവും ഗവേഷണം നടത്തുക. സ്കൂൾ ഓഫ് ബയോ സയൻസസിലെ ഡോക്ടർ EK രാധാകൃഷ്ണനാണ് പ്രോജക്ട് ഇൻവെസ്റ്റിഗേറ്റർ. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മുത്തോലി വെള്ളിയേപ്പള്ളിൽ ഭാഗത്ത് മുണ്ടുതോട്ടിൽ സെപ്റ്റിക് ടാങ്ക് മാലിന്യം തള്ളി. 2 മാസത്തിനിടെ ഇത് 3-ാം തവണയാണ് നാട്ടുകാർ ദുരിതം അനുഭവിക്കുന്നത്. മുത്തോലി പഞ്ചായത്തിലെ 7-ാം വാർഡ് വെള്ളിയപ്പള്ളിയിൽ സെപ്റ്റിക് ടാങ്ക് മാലിന്യം തള്ളുന്നത് പതിവാക്കുന്നു. മീനച്ചിൽ തോടിന്റെ കൈവഴിയായ മുണ്ടുതോടിലാണ് സ്ഥിരമായി മാലിന്യം ഒഴുകുന്നത്. 2 മാസത്തിനിടെ 3 പ്രാവശ്യം ടാങ്കർ ലോറിയിൽ മാലിന്യം തള്ളിയതോടെ ജനജീവിതം ദുസ്സഹമായിരിക്കുകയാണ്. 2 വർഷം മുമ്പ് പലതവണ ഇതാവർത്തിച്ചപ്പോൾ പരാതിയുമായി എത്തിയവരോട് മാലിന്യം തള്ളിയവരെയും വാഹനവും കണ്ടെത്തി കൊടുക്കാനാണ് പോലീസ് പറഞ്ഞത്. ഇതിനായി CCTV ക്യാമറകൾ സ്ഥാപിക്കണമെന്ന് പഞ്ചായത്ത് അധികാരികളോട് ആവശ്യപ്പെട്ടിട്ടും ഫലമുണ്ടായില്ല. വെള്ളിയപ്പള്ളി മേവിട PWD റോഡിൽ വീടുകൾ കുറവുള്ള മുണ്ടുതോടിൽ മാലിന്യം തള്ളുന്നത് 5 കുടിവെള്ള
കുടിവെള്ള പദ്ധതികളാണ് സാരമായി ബാധിക്കുന്നത്. 3000-ലധികം ആളുകളുടെ കുടിവെള്ളമാണ് ഇവിടെ മലിനമാക്കപ്പെടുന്നത്. ഈ ഭാഗം വൃത്തിയാക്കാനെത്തിയ തൊഴിലുറപ്പ് പദ്ധതി ജീവനക്കാർക്ക് ശാരീരിക അസ്വസ്ഥ്യം ഉണ്ടായതുകൊണ്ട് അവർ പണി ഉപേക്ഷിച്ചു പോയതായി നാട്ടുകാർ പറഞ്ഞു. അധികാരികളുടെ നിസ്സംഗതയിൽ ശക്തമായ പ്രതിഷേധത്തിലാണ് പ്രദേശവാസികൾ. ഉടൻ ശാശ്വത പരിഹാരമുണ്ടായില്ലെങ്കിൽ പ്രത്യക്ഷ സമരപരിപാടികൾ ആവിഷ്കരിക്കുമെന്ന് മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഹരിദാസ് അടിമത്തറ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാല. അഖിലേന്ത്യാ സമാധാന ഐക്യദാർഢ്യ സമിതിയുടെ സംസ്ഥാന കൺവെൻഷൻ ഈ മാസം 19-ന് വൈകിട്ട് നടക്കും. ഇണ്ടംതുരുത്തി ഹാളിലാണ് പരിപാടി. അഖിലേന്ത്യാ സമാധാന ഐക്യദാർഢ്യ സമിതി ഐസോ സംസ്ഥാന കൺവെൻഷനും വൈക്കം സത്യാഗ്രഹ ശതാബ്ദി ആഘോഷവും ഏപ്രിൽ 19-ന് ചരിത്രപ്രസിദ്ധമായ ഇണ്ടംതുരുത്തി ഹാളിൽ നടക്കും. ഭരണഘടനയുടെ അടിസ്ഥാന ശിലയായ മതേതരത്വം വലിയ വെല്ലുവിളികളെ നേരിടുകയാണെന്നും ഐസോ ഭാരവാഹികൾ പറഞ്ഞു. വഖഫ് ബോർഡ് ഭേദഗതി ബിൽ പാർലമെന്റിൽ പാസാക്കിയതോടുകൂടി രാജ്യത്ത് വലിയ ഏകപക്ഷീയമായി കലാപ അന്തരീക്ഷം നിലനിൽക്കുകയാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. പുതിയ കാലഘട്ടത്തിൽ പുതിയ വെല്ലുവിളികൾ നേരിടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പൊ വഖഫ് ബോർഡിന്റെ ഭേദഗതി ബില്ല് വന്നു. വലിയ കലാപം രാജ്യത്താകെ ഉണ്ടാകുന്നു. പാർലമെന്റിൽ തങ്ങൾക്കുള്ള ഭൂരിപക്ഷം ഉപയോഗിച്ച് മതന്യൂനപക്ഷങ്ങൾക്കെതിരായി നടത്തുന്ന അതിക്രമങ്ങൾ തുടരുന്ന കാഴ്ച ഓരോ ദിവസവും നമ്മൾ കാണുക. വഖഫ് ഭേദഗതി ബില്ല് ഒരു സമുദായത്തെ ഒറ്റപ്പെടുത്താൻ വേണ്ടിയാണെങ്കിൽ അപ്പുറത്ത് ക്രിസ്ത്യൻ സമുദായത്തെ ഒറ്റപ്പെടുത്തുന്ന ലേഖനങ്ങൾ RSSന്റെയും സംഘപരിവാറിന്റെയും പ്രമുഖമായ അവരുടെ രാഷ്ട്രീയ ലേഖനങ്ങൾ വളരെ ശക്തമായ ഏറ്റവും കൂടുതൽ സ്വത്തുള്ളത് ക്രിസ്ത്യൻ സഭകൾക്കാണ് എന്നുള്ള പരസ്യമായ പ്രഖ്യാപനം വന്നിട്ടുണ്ട്. രാജ്യത്തെ ബഹുസ്വരതയും ജനാധിപത്യവും പൗരാവകാശങ്ങളും വലിയ വെല്ലുവിളികളെ നേരിടുന്ന ഈ കാലഘട്ടത്തിൽ ചരിത്രപ്രസിദ്ധമായ വൈക്കം സത്യാഗ്രഹത്തിന്റെ കാലിക പ്രാധാന്യം പൊതുസമൂഹവുമായി പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ഐസോ സംസ്ഥാന കമ്മിറ്റി വൈക്കത്ത് വെച്ച് വൈക്കം സത്യാഗ്രഹ ശതാബ്ദി ആഘോഷങ്ങളിൽ പങ്കുചേരാൻ തീരുമാനിച്ചത്. ഇണ്ടംതുരുത്തി ഹാളിൽ നടക്കുന്ന സമ്മേളനം CPIM ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി ഉദ്ഘാടനം ചെയ്യും. ഐപ്സോ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് VB ബിനുവിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന സമ്മേളനത്തിൽ മുൻ മന്ത്രി മുല്ലക്കര രത്നാകരൻ വിഷയാവതരണം നടത്തും. അഡ്വക്കേറ്റ് VB ബിനു, അഡ്വക്കേറ്റ് K അനിൽകുമാർ, ബൈജു വയലത്ത്, ബാബു ജോസഫ്, അഡ്വക്കേറ്റ് KR ശ്രീനിവാസൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാമ്പാടി ഈസ്റ്റ് SNDP ശാഖാമന്ദിരത്തിൽ ഗുരുദേവ പഞ്ചലോഹ വിഗ്രഹ പ്രതിഷ്ഠ നടത്തി. താലപ്പൊലി ഘോഷയാത്രയിൽ നിരവധി പേർ പങ്കാളികളായി. പാമ്പാടി ഈസ്റ്റ് SNDP ശാഖായോഗത്തിന്റെ നേതൃത്വത്തിൽ 6ാമത് ഗുരുദേവ പഞ്ചലോഹ വിഗ്രഹ പ്രതിഷ്ഠാ വാർഷിക ഉത്സവം നടത്തി. സ്വാമി വേദതീർത്ഥ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പ്രഭാത പൂജ, ഗുരുദേവ ഭാഗവത പാരായണം, സർവൈശ്വര്യ പൂജ എന്നിവ നടന്നു. വൈകിട്ട് ആലാമ്പള്ളി കവലയിൽ നിന്നും വർണ്ണശബളമായ താലപ്പൊലി ഘോഷയാത്രയും ഉണ്ടായിരുന്നു. ശാഖാ പ്രസിഡന്റ് ഷാജി ഇട്ടിക്കൽ, സെക്രട്ടറി രാജേഷ് പുളിന്താനം, വൈസ് പ്രസിഡന്റ് സുരേഷ് വെള്ളറയിൽ, യൂത്ത് മൂവ്മെന്റ് ഭാരവാഹികളായ സുബിൻ PS, രാജീവ് ER, വിശാന്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. അറിയിപ്പ്: സർക്കാർ സ്ഥാപനമായ കെൽട്രോണിൽ 1 വർഷ ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ്ങിനും 1 വർഷ പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ പ്രീ സ്കൂൾ ടീച്ചർ ട്രെയിനിങ്ങിനും സ്പോട്ട് അഡ്മിഷൻ ആരംഭിച്ചു. താൽപര്യമുള്ളവർ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുമായി അടുത്തുള്ള കെൽട്രോൺ നോളജ് സെന്ററിൽ നേരിട്ട് ഹാജരാകണം. വിവരങ്ങൾക്ക് ഫോൺ 9072592412. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം നടത്തുന്ന പത്തനാട് ഇടയിരിക്കപ്പുഴ റോഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് പടി മുതൽ പാണ്ഡിയാങ്കുഴി വരെയുള്ള ഭാഗത്തെ ടാറിംഗ് ജോലികൾ ആരംഭിക്കുന്നതിനാൽ ഈ ഭാഗത്തെ ഗതാഗതം ഏപ്രിൽ 21 മുതൽ താൽക്കാലികമായി നിരോധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. യേശുദേവന്റെ കുരിശുമരണത്തിന്റെ ഓർമ്മയിൽ ദുഃഖവെള്ളി ആചരണം. ദേവാലയങ്ങളിൽ പ്രത്യേക ശുശ്രൂഷകളും കുരിശിന്റെ വഴിയും. അയർക്കുന്നത്തെ അഡ്വക്കേറ്റ് ജിസ്മോളുടെ മരണത്തിൽ ഭർത്താവിനും കുടുംബത്തിനും പങ്കെന്ന് പിതാവ് തോമസ്. ഭർത്തൃവീട്ടിൽ പീഡനമുണ്ടായി, വിശദമായ അന്വേഷണം വേണമെന്നും ആവശ്യം. മുത്തോലി മുണ്ടുതോട്ടിൽ സെപ്റ്റിക് ടാങ്ക് മാലിന്യം തള്ളി. സാമൂഹ്യവിരുദ്ധരുടെ ക്രൂരത 2 മാസത്തിനിടെ 3ാം തവണ. പൊറുതിമുട്ടി നാട്ടുകാർ. MG സർവകലാശാലയ്ക്ക് 10 കോടി രൂപയുടെ കേന്ദ്ര ഗ്രാന്റ്. തുക അനുവദിച്ചത് AI സഹായത്തോടെ പ്രമേഹ ഫാറ്റി ലിവർ ഗവേഷണ പദ്ധതിക്കായി. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.